എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഉച്ചക്കത്തേക്ക് ഒരു ചെറിയ കറി ഉണ്ടാക്കാനാണ്. അത് വളരെ സിമ്പിളാണ്. മുരിങ്ങയില, നല്ല തൊഴിൽ മുരിങ്ങയിലയാണ് കേട്ടോ. അപ്പം മുരിങ്ങയിലയും പരിപ്പും ചാറാണ് ഇന്ന് വെക്കുന്നത്. കൂട്ടത്തിൽ ഉണക്കമീനും വറക്കും. മീൻകറി ഇരിപ്പുണ്ട്, പക്ഷേ ഇത് എന്തെങ്കിലും ഒരു കൂട്ടാനൂടെ വേണമല്ലോ നോക്കിയിട്ട് ഇന്ന് ഇത് ഉണ്ടാക്കുകയാണ്. അപ്പം മുരിങ്ങയിലയും പരിപ്പും കൂട്ടാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷേ കമൻറ്റ് ഇടാൻ മറന്നു പോകണ്ട, കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം ഈ പറിച്ച് വെച്ചേക്കണം മുരിങ്ങയില നമുക്ക് നന്നായിട്ട് ഇതിന് കേടോ ചുക്കിലി പുഴു, നോൺ വെജ് മുരിങ്ങയിലക്കറി ആകാൻ പാടില്ല, അപ്പം വെജിറ്റേറിയൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് പുഴുവൊക്കെ ഉണ്ടോ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലതായിട്ട് വൃത്തിയാക്കി നമുക്ക് പരിപാടി ആരംഭിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ മുരിങ്ങയില ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. മുരിങ്ങയില പരിപ്പ് വെക്കാനായിട്ട് മുരിങ്ങയില ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മുരിങ്ങയിലയുടെ ആവശ്യമുള്ളൂ, കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഉള്ള കറി മാത്രമാണ് കേട്ടോ, അതുകൊണ്ട് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പും സവോളയും പച്ചമുളകും. അപ്പോൾ ഒരു പരിപ്പ് ഒരു 3/4 കപ്പ് പരിപ്പാണ് ഞാൻ ആവശ്യത്തിന്. 3/4 കപ്പിൻ്റെ 3/4 കപ്പ് പരിപ്പ് എടുക്കുകയാണ്, എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പരിപ്പും സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ അത് പരിപ്പ് വേവിക്കാൻ വെക്കാനായിട്ട് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി സവോള കഴുകി വൃത്തിയാക്കി അത് അരിഞ്ഞ് ചേർക്കണം. പച്ചമുളക് ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കൂടെ ഇടണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലിട്ട് ഒരുമിച്ചൊന്ന് വേവിച്ചെടുക്കാം. പച്ചമുളകും സവോളയും കൂടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് കുക്കറിനകത്ത് വെച്ച് നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം പരിപ്പ് വേവിക്കാൻ വെച്ചു, മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചു. ഇത് ചെയ്യണമെങ്കിൽ ഒരു കൂട്ട് വേണമല്ലോ. ആ കൂട്ടിനായിട്ടുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടിലേക്ക് നമുക്ക് ആ പരിപ്പിൻ്റെയും മുരിങ്ങയിലയുടെയും അളവനുസരിച്ചായിട്ട്, ഇപ്പോൾ എത്ര അളവെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചുള്ള നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കുക. എന്നിട്ട് തേങ്ങയുടെ ഒപ്പം വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് ജീരകമാണ്, ചെറിയ ജീരകം അത് വേണം. ഒപ്പം മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം മുരിങ്ങയില താളിക്കാൻ പോവാം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടുകിടുക. കരിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഇട്ടു. അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അത് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ്. മുരിങ്ങയില പെട്ടെന്ന് വേവും, ആവി കയറുമ്പോൾ തന്നെ വേവും. ലേശം ഒന്ന് ശകലനേരം ഒന്ന് മൂടി വെക്കട്ടെ കേട്ടോ. ഒരല്പം ഉപ്പുപൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇത് പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. അതിനായിട്ട് പരിപ്പിനകത്ത് ഞാൻ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥലം ഉപ്പ് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. മുരിങ്ങയിലൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒന്നുകൂടെ മൂടി. അപ്പോൾ മുരിങ്ങയില ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒന്നല്ല ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുകയാണ്. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അരപ്പ് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറ് കഴുകി ബാക്കി വെള്ളം കൂടെ നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. അവിടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പരിപ്പും സവോളയും
ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതോടെ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ലേശം പരിപ്പായതുകൊണ്ട് തന്നെ ഇതൊന്നുകൂടെ കുറുകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ നല്ലതായിട്ടുണ്ടോ അല്ല പാകത്തിനാണോ എന്നൊക്കെ ഇത് നോക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് വൈസൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു തിളച്ച്, എനിക്കിത് ശകലോട് ഉപ്പ് പോരായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കൂടി എനിക്ക് ആഡ് ചെയ്യണം. നിങ്ങളുടെ രുചിക്കനുസൃതമായി ഉപ്പും എരിവുമൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒരു തിള വന്ന് കഴിയുമ്പോൾ, കണ്ടമാനം ഇത് തിളച്ച് കുറുകണ്ട, പരിപ്പല്ലേ ഇരിക്കും തോറും അത് കുറുകും. അപ്പോൾ കണ്ടമാനം അത് കുറുകണ്ട, ജസ്റ്റ് ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മൾ കുക്കർ ഓഫാക്കുക, ഗ്യാസ് ഓഫാക്കുക. എന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചൂട്ടാൻ കൂട്ടി എല്ലാവരും ഭക്ഷണം കഴിക്കുക. ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, മുട്ട പൊരിച്ചുണ്ടെങ്കിൽ നല്ലതാണ്. പണ്ടൊക്കെ വീടുകളിൽ ഒരുപാട് ആളുകളുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകുന്നു. ഇന്നത്തെ കുടുംബങ്ങളിലൊന്നും ന്യൂക്ലിയർ കുടുംബങ്ങളല്ലോ, 1, 2, 3 പേരൊക്കെ കാണുള്ളൂ. പണ്ടൊക്കെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ, അച്ചച്ചൻ, അച്ഛമ്മ, ചിറ്റമാർ, കൊച്ചച്ചന്മാർ, അങ്ങനെ ഒരു വലിയ ഹ്യൂജ് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന വീടുകളിലെ അമ്മമ്മമാരുടെ ഒരു വലിയ ഉച്ചയാകുമ്പോൾ ഒരു വലിയ ഒരു ടെൻഷനാണ്, എന്ത് കൂട്ടാൻ വെക്കും അല്ലെ എന്ത് കറി വെക്കും എന്നുള്ള ഒരു ടെൻഷൻ. അപ്പോൾ ആ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് ഇതുപോലുള്ള കൂട്ടുകറികൾ അന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അമ്മമാരെ. ഇതൊക്കെ വളരെ രുചിയുള്ള കറികൾ തന്നെയാണ്. അപ്പോൾ നമുക്കത് ഇന്നുള്ള കുട്ടികൾക്ക് ഇതൊക്കെ, ചില കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. മുരിങ്ങയില പച്ചക്കറികളൊന്നും, എൻ്റെ മക്കളൊക്കെ പച്ചക്കറികൾ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളാണ്. അപ്പോൾ അതുപോലെ തന്നെ ആവില്ല എല്ലാ അമ്മമാരുടെ മക്കളും, ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഇറച്ചിയും മീനും ഒക്കെ എല്ലാ ദിവസവും കൊടുക്കണ്ട, പകരം ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പിക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആരോഗ്യമായിട്ടും നല്ലതാണ്. അല്ലാതെയും രുചിയുള്ള ഫുഡ് കഴിക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.